ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് കളർ പേപ്പർ വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഡയമീറ്റർ വരുന്നത്. ഇനി ഒരു ഗ്രീൻ കളർ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് മടക്കി 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ആ പേപ്പർ മുഴുവനായിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പേപ്പറിനെ ഇതുപോലെ മടക്കി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ടോട്ടൽ 12 പീസ് വേണം കേട്ടോ. അപ്പോൾ എല്ലാ പീസും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ കാർഡ്ബോർഡിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം 6 പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കി 6 പീസും കൂടെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 9 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി ഒരു പെറ്റലിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്ലവർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പെറ്റൽസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലത്തെ ഒന്നിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 2 പീസും കൂടെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ ആ ലീഫുകൾ ഒട്ടിച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ അപ്പോൾ നമ്മൾ സെൻറ്റർ താഴ്ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിട്ട് നിൽക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹാഫ് ബീഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അത് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ത്രെഡ് എന്തെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.